ജയ് ഹിന്ദ്. എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചുണക്കുട്ടികൾ നമ്മുടെ രാജ്യത്തിൻ്റെ മാനം കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ കഴുതകൾ കിടന്ന് മോങ്ങി തീർക്കുകയാണ്. അവരവരുടെ ആഗ്രഹങ്ങൾ മോങ്ങി തീർക്കുന്നു, കരഞ്ഞു തീർക്കുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ അവർ കരഞ്ഞു തീർക്കുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയിലും ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി. ശരിക്കും പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഇങ്ങനെ തന്നെ വളർത്തണം. വളരെയധികം സന്തോഷം തോന്നിയൊരു വീഡിയോ ആണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് കണ്ടാലും സന്തോഷം തോന്നാത്ത ആളുകളൊക്കെ ഉണ്ടാവും, പ്രഹസനങ്ങളെന്ന് പറയുന്ന ആളുകളുണ്ടാവും, വെറുതെ വൈറലാവാൻ വേണ്ടിയിട്ട് ചെയ്തു എന്ന് പറയുന്ന ആളുകളുണ്ടാവും. അങ്ങനെ എന്തിനും ഏതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന കുറേ ആളുകളും ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യത്തിനൊരു നന്മ നമ്മുടെ സഹോദരങ്ങൾ പോയി ചെയ്തപ്പോഴത്തേക്ക് അതിലും കുറ്റങ്ങൾ കണ്ടെത്തിയ ആളുകളുണ്ട് അല്ലേ? നമ്മൾ കണ്ടതാണ് നമ്മുടെ വൈറൽ താത്തച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതല്ലേ? അവർ ഒരുപാട് അതേക്കുറിച്ചിട്ടൊന്നും ഒന്നും പറയുന്നില്ല, കാരണം പറയാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം. കുഞ്ഞുങ്ങളെ നമ്മൾ ശരിക്കും വളർത്തുന്നെങ്കിൽ ഇതുപോലെ തന്നെ വേണം വളർത്താനായിട്ട്. ആരായാലും ഇത് കണ്ടില്ലേ, ഇന്ത്യൻ ആർമി എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് ആ ചെറിയ കുഞ്ഞിനെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു പാരൻസ്. കണ്ടില്ലേ, ഓടിച്ചെന്ന് അവൾ ചെയ്തത് അദ്ദേഹത്തിൻ്റെ കാലിൽ തൊട്ട് തൊഴുക ചെയ്തത്. ആ ഒരു മനുഷ്യന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണിത്. സാധാരണ ഒരു 2-3 വയസ്സിനകത്ത് പ്രായം മാത്രമുള്ള കുഞ്ഞു വാവച്ചിയാണ്. അത് ചെന്നിട്ട് എങ്ങനെ നോക്കിക്കൊണ്ട് നിന്നിട്ട് ആ പൊന്നു മോള് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തൊട്ട് നമസ്കരിക്കുക ചെയ്തത്. കണ്ടില്ലേ? ആ മനുഷ്യന് ഇതിനേക്കാൾ കൂടുതൽ വലിയ അംഗീകാരം ഒന്നും ഇനി കിട്ടാനില്ല. ശരിക്കും ആ ഒരു കുഞ്ഞിനെ ഈ ഒരു രീതിയിൽ പറഞ്ഞ് ചെയ്യിച്ച ആ പാരൻസിനെയാണ് ഏറ്റവും വലിയ സല്യൂട്ട് കൊടുക്കേണ്ടത്. ശരിക്കും ഇങ്ങനെ തന്നെ വേണം കുട്ടികളെ വളർത്താനായിട്ടുള്ളത്. രാജ്യസ്നേഹം പഠിപ്പിച്ച് തന്നെ കുട്ടിക്കാലം തൊട്ടേ കുഞ്ഞുങ്ങൾ വളരണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചുവരില്ലാതെ ചിത്രം വരയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ശരിക്കും നമുക്ക് വേണ്ടിയിട്ട് സ്വയം മരണം തിരഞ്ഞെടുക്കാൻ പോലും തയ്യാറായിട്ട്, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ പോലും തയ്യാറായിട്ട് ഇതുപോലെയുള്ള സഹോദരങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ജീവിച്ചിങ്ങനെ ഇരിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയാനും ഇന്ത്യൻ മിലിറ്ററിയെ പോലും നാണം കെടുത്തുന്ന രീതിയിലുള്ള കമൻ്റ് ഇടാനും വിരലുകൊണ്ട് മൊബൈൽ ഫോണിലും മറ്റു പോസ്റ്റ് ഇടാനും കഴിയുന്നുണ്ടെങ്കിൽ ഇവരിന്ന് ജീവിച്ച് നമുക്ക് വേണ്ടിയിട്ട് പൊരുതുന്നത് കൊണ്ട് മാത്രമാണ്. അത് നമ്മുടെ രാജ്യത്ത് ചോറിവിടെയും കൂറവിടെ എന്ന് പറഞ്ഞിട്ട് നിലകൊള്ളുന്ന കുറേ നപുംസകങ്ങളുണ്ട്. അവർക്ക് മനസ്സിലാവില്ല അത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് അവർക്ക് ശത്രുതയാണെന്ന് വേണമെങ്കിൽ പറയാം. ശത്രുതയില്ലാത്തവർക്കൊന്നും ഇങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും കഴിയില്ല. ഞാനിപ്പോഴും കണ്ടു. അതായത് ഇപ്പോൾ വന്ന ന്യൂസാണ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആക്രമണങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിൻ്റെ ആ ഒരു ലൈവും സംഭവങ്ങളും ഇപ്പോൾ വന്നപ്പോൾ അതിൻ്റെ അടിയിൽ പോലും പാകിസ്ഥാൻ്റെ ഫ്ലാഗ് ഇട്ടിട്ട് അതിന് ഞാൻ കണ്ടതാണ്. പാകിസ്ഥാൻ്റെ ഫ്ലാഗുകൾ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ അവിടെ 100% സപ്പോർട്ടെന്ന് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒരു ഹാർട്ടൊക്കെ കൊടുത്ത് ഇങ്ങനെ പോകുന്നു. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഈ ചെയ്ത അലവലാതി ഡാഡി ഇല്ലാത്തവൻ ചെയ്ത ഒരു പരിപാടി എന്ന് വെച്ചാൽ, ഇന്ത്യൻ്റെ 2 ഫ്ലാഗ് അപ്പുറവും ഇപ്പുറവും കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വിസർജ്യത്തിൻ്റെ ഇമോജിയാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കൂ, ഇവൻ കഴിക്കുന്നതേ അത് തന്നെയാണ്. ഇവനൊക്കെ എന്തിനാ ജീവിക്കുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ സൈബർ സെൽ വിഭാഗം പോലീസ് ഓഫീസറൊക്കെ ഇവിടെ ഉറക്കമാണെന്ന് തോന്നുന്നു. ശരിക്കും നമ്മുടെ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ആളുകൾ ഇരുന്നിട്ട് എന്തുകൊണ്ട് അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നത്? എന്തായാലും ഇവരൊക്കൊന്നും കാഴ്ചകുരുടികളൊന്നും അല്ലല്ലോ. സൈബർ സെല്ലിൽ ഉദ്യോഗസ്ഥന്മാർ എത്രയോ പേരുണ്ട്, 1, 2, 10 പേരൊന്നും അല്ലല്ലോ ഉള്ളത്. ഇവരാരും കാണില്ല ഇത്തരത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളൊന്നും വരുന്നത്. ശരിക്കും ഞാൻ പറയുന്നത്, എല്ലാ വ്യക്തികളുടെയും മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തിട്ട് ഈ രാജ്യദ്രോഹപരമായിട്ട് ആര് മുന്നോട്ട് പോയാലും ഒരു കമൻ്റ് ഇട്ടാൽ പോലും തടങ്കലടയ്ക്കണം അവരെ. മാത്രമല്ല പാകിസ്ഥാനിലോട്ടങ്ങ് പറഞ്ഞു വിടണം. പോട്ടെ നാശങ്ങൾ, എന്തിനാണ് ഇവിടെ കിടന്ന് ഇങ്ങനെ ചിലയ്ക്കുന്നത്?
എന്തിനാ ഇവിടെ കിടന്ന് ചിലയ്ക്കുന്നത്? അവരുടെ സഹോദര രാഷ്ട്രത്തിലേക്ക് പറഞ്ഞു വിടുക അവർ ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യക്ക് വിസർജ്യം, പാകിസ്ഥാന് ഹാർട്ട്, ഗുഡ് സപ്പോർട്ട്. പിന്നെ ഈ നാറിച്ചെറ്റകളെ എന്തുണ്ടാക്കാനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്? ഇവനെയൊക്കെ പറഞ്ഞു വിടണ്ടേ? ഇവനെയൊക്കെ ജയിലിൽ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇവനെയൊക്കെ ജയിലിലടയ്ക്കണം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് ഇവന്മാർക്ക് നല്ല ഇടപാടുണ്ടാവും. അതായത് നമ്മൾ എല്ലാ രാജ്യത്തും ഉണ്ട്. നമുക്ക് തന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് പാകിസ്ഥാനിലുള്ള എല്ലാവരും ഒഴിഞ്ഞു പോകണം എന്ന് പറഞ്ഞിരുന്ന ആ ഒരു സാഹചര്യത്തിൽ, യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം മുന്നിൽ വന്ന ആ ഒരു സാഹചര്യത്തിൽ എത്രയോ പാകിസ്ഥാനികൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ യുവന്മാരെല്ലാവരും, ഇത്തരത്തിൽ കമൻ്റ് ഇടുന്ന എല്ലാ മനുഷ്യരും പാകിസ്ഥാനുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളായിരിക്കും. ഇവിടെയുള്ള ന്യൂസുകളും സംഭവങ്ങളൊക്കെ ഒറ്റ കൊടുക്കുന്നതും ഇവരൊക്കെ തന്നെയായിരിക്കും. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള കമൻറ്റുകൾ അതാരിട്ടാലും എവിടെ കണ്ടു കഴിഞ്ഞാലും അവരെ കയ്യോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക. അവർക്ക് ജാമ്യം പോലും കൊടുക്കരുത്, ഒരിക്കലും കൊടുക്കരുത്. അങ്ങനെ നിങ്ങളൊരു 10 പേരെ ചെയ്ത് കാണിക്ക്, ബാക്കിയുള്ള ഒരുത്തന്മാരും ധൈര്യം കാണിക്കത്തില്ല ഇങ്ങനെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. കുറേ അവളുമാരും ഇറങ്ങിയിട്ടുണ്ട്. ഇവളുമാരും ഒക്കെ ചെയ്യുന്നത് ഇതാണ്. ഇവളുമാരും ഇതുപോലെ സപ്പോർട്ട് പാടി ചെലച്ചോണ്ട് നടക്കുകയാണ്. അല്ലവലാദികൾ. ഇവളൊക്കെ എന്തിനിവിടെ താമസിക്കുന്നത്? നാണം കെട്ട വർഗ്ഗങ്ങൾ. അവളൊക്കെ പറയുന്നത് എന്താണ്? സമാധാനം വേണമെന്ന്. എന്തുകൊണ്ടാടി? എടി, നീയൊക്കെ ഹൈന്ദവ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെ അവരുടെ മുന്നിലിട്ട് കൊന്നപ്പോൾ നീയൊക്കെ ആഗ്രഹിച്ചില്ലേ സമാധാനം വേണമെന്ന്? ഇപ്പം ഈ കിടക്കുന്ന നീയൊക്കെ, ഈ കിടന്ന് ചലിക്കുന്ന നീയൊക്കെ, ഇവന്മാരൊക്കെ ഒരു പോസ്റ്റ് പോലും ഇട്ട് കണ്ടിട്ടില്ലല്ലോ. അവർ അനുഭവിച്ച ആ ഒരു സങ്കടത്തിൽ ഒത്തുചേർന്ന് ഒരു പോസ്റ്റൊക്കെ നീ ഒരു പോസ്റ്റ് ഇടുന്നതിന് കുഴപ്പമില്ലല്ലോ. ഇപ്പം നിനക്കൊക്കെ ഇത്രയും നീളത്തിന് നാവുമുണ്ട്, പോസ്റ്റ് ഇടാൻ വിരളുമുണ്ട്. ആ സമയത്ത് നീയൊക്കെ എന്തുകൊണ്ട് ചെയ്തില്ല? ഒരു പോസ്റ്റെങ്കിലും ഇട്ടിടായിരുന്നോ? ഇവരുടെ ആ ഒരു സങ്കടത്തിൽ ഒത്തുചേരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റെങ്കിലും ഇടാൻ പറ്റാത്ത നീയൊക്കെ ഇപ്പം സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായിട്ട് എഴുന്നള്ളിയിരിക്കുകയാണോ? നാറികളെ, സ്വന്തം രാജ്യത്തെ തള്ളിപ്പറയുന്ന നീയൊക്കെ എന്ത് യോഗ്യതയുള്ളത് നിനക്കൊക്കെ ഇവിടെ താമസിക്കാനായിട്ട്? പൊയ്ക്കൂടെ നിനക്കൊക്കെ പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ? എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? ഇത്തരക്കാരന്മാരെയൊക്കെ അവരെ നമ്മൾ ഒന്നുകിൽ അവരെ പറഞ്ഞു വിടേണ്ടടുത്ത് പറഞ്ഞു വിടുക, അതല്ലെന്നുണ്ടെങ്കിൽ അവരെ പേരിൽ കേസ് ഫയൽ ചെയ്ത് അവരെ അപ്പം തന്നെ ജയിലിലടയ്ക്കുക. ഒരിക്കലും വെട്ടം കാണരുത് ഇവരെയൊക്കെ. ജയിലിലൊക്കെ കൊലപാതകം 1, 2, 3 ചെയ്തവരെയൊക്കെ വെറുതെ ഇട്ട് തീറ്റി പോറ്റി ഞണ്ണാൻ കൊടുത്തിരിക്കുകയല്ലേ. സാധാരണ ജനങ്ങൾക്ക് പെൻഷനില്ല, സാധാരണ ജനങ്ങൾക്ക് ഒന്നുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. എന്നിട്ട് വെറുതെ ഇത്തരത്തിലുള്ള ആളുകളെ, കൊലപാതകികളെയും ബലാത്സംഗ കേസിലുള്ള ആളുകളെയും തട്ടിപ്പുകാരെയും അഴിമതിക്കാരെയൊക്കെ വെറുതെ കൊണ്ടിട്ട് ജയിലിലിട്ട് നല്ല വൃത്തിക്ക് പത്തിരിയും ഇറച്ചിയും ബിരിയാണിയൊക്കെ വെച്ച് തിന്നാൻ കൊടുക്കുകയല്ലേ. തിന്ന് കൊഴുത്ത് കനത്ത് തടിച്ച് ഉരുണ്ട് ഇവനെയൊക്കെ ഉരുട്ടി എടുത്ത് ഇവനെയൊക്കെ എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ ഇനി ഒരു കാര്യം ചെയ്യണം, ജയിലിനകത്തൊരു ജിമ്മിങ്ങിനുള്ള എന്താ അതിന് പറയുന്നത്, അങ്ങനെ കണ്ടല്ലേ പറയുന്നത്, അപ്പോൾ അതിനുള്ളൊരു സംവിധാനം കൂടെ ചെയ്തു കൊടുക്കുക. അവന്മാരൊക്കെ ജിമ്മാവട്ടെ അവിടെ കിടന്നിട്ട്. എന്നാലല്ലേ ഇറങ്ങി വന്നിട്ട് കുറേ 10 പെൺപിള്ളേരെയും കൂടെ ഒരുമിച്ച് പീഡിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ തൂക്കി കൊന്നതിന് ശേഷം ജയിലിനകത്ത് സ്ഥലം കിട്ടുന്നില്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിന് വിപത്തായിട്ട് മാറിയിരിക്കുന്ന നാറികളെയൊക്കെ തൂക്കിക്കൊന്ന് സ്ഥലം ഒഴിച്ചിട്ട് ആ സ്ഥലത്ത് ഈ നാറികളെയൊക്കെ കൊണ്ടുവന്നിട്. അതാണ് ചെയ്യേണ്ടത്. അത്രയ്ക്ക് വിഷമമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്ത് കിടന്നിട്ട് നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിസന്ധി വരുമ്പോൾ കമൻറ്റ് ബോക്സ് പല കമൻറ്റിൻ്റെയും അടിയിൽ ചെന്ന് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. ഇവനെയൊക്കെ കുരു കൊണ്ടുപോയി ഇവനൊക്കെ മിണ്ടാതിരുന്നൂടെ? ഇവനൊക്കെ കമൻറ്റ് ഇടാതെങ്കിലും ഇരുന്നൂടെ? ഇവളുമാർക്കൊക്കെ അവരവരുടെ കാര്യം നോക്കി മിണ്ടാണ്ടിരുന്നൂടെ? മനസ്സിലുള്ള കുത്സിതങ്ങൾ മനസ്സിൽ തന്നെ സൂക്ഷിച്ചാൽ പോരെ? മനസ്സിലുള്ള കാര്യങ്ങൾ ഈ കുടിത്തുരുമ്പുകൾ എന്തിനാണ് കൊണ്ടുവന്ന് ഛർദ്ദിച്ച് വെക്കുന്നത്? മിണ്ടാണ്ടിരുന്നൂടെ? കമൻ്റ് ഇടാതിരുന്നൂടെ? ആരും നിർബന്ധിക്കുന്നില്ല. ജയ് ഹിന്ദ് ജയ് ഹിന്ദ് എന്ന് എഴുതി വെക്കണമെന്ന് ആരും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക? പാകിസ്ഥാന് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞ് എന്തിന് കമൻറ്റ് ചെയ്യുന്നു? മിണ്ടാണ്ടിരുന്നൂടെ? മനസ്സിലുള്ള കുഴുത്തിരുമ്പുകൾ മനസ്സിൽ തന്നെ ഒതുക്കി വെച്ച് മിണ്ടാണ്ടിരുന്നൂടെ? ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നാറികളെ, കള്ള നാണയങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് ഈ ജന്മങ്ങൾ ദാഹിച്ച് വലഞ്ഞു വന്ന ഒരു തുള്ളി വെള്ളം പോലും ഇതിനൊക്കെ കൊടുത്തു പോകരുത്. ഒരൊറ്റ മനുഷ്യനും കൊടുത്തു പോകരുത്. കാർക്കിച്ച് തുപ്പി കൊടുക്കണം ഇതിൻ്റെയൊക്കെ മുഖത്ത്.
അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. കാരണം നമ്മുടെ സഹോദരങ്ങൾ അതിർത്തിയിൽ കിടന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് നമുക്ക് വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അതിന് ഒരു എന്താണ് ഓശാര പാടണ്ട, ആരും ഒന്നും ചെയ്യണ്ട, ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യണ്ട. ഇങ്ങനെ വിഷമിപ്പിക്കുന്ന കാര്യത്തിലുള്ള പോസ്റ്റുകളെങ്കിലും ഒഴിവാക്കുക. നീയൊക്കെ കണ്ടുപഠിക്കുക ആ പൊടി കുഞ്ഞിനെ. ഇന്ത്യൻ മിലിറ്ററിക്ക്, ആർമിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ആ പിഞ്ചു കുഞ്ഞിനെ കണ്ടുപഠിക്കുന്ന നായ്ക്കളെ, നാണം കെട്ട നാറികളെ.